ഒരു സംഭവം ഇതുവരെ നടന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല നമ്മളെ അറിവിൽ നമ്മൾ ഇതുപോലെ കണ്ടിട്ടില്ല. തൊട്ടപ്പുറത്തുള്ള തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ ഇത്രയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഒരു വിഷമം. അങ്ങനെ കാലമേ എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ ഉള്ളിലേക്ക് തറച്ച മുഖങ്ങളും ഒക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. 23 വയസ്സുകാരൻ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. AK സ്റ്റെഫിനിലേക്ക് പോവുകയാണ്. സ്റ്റെഫിൻ, അവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടിലാണിപ്പോൾ AK സ്റ്റെഫിൻ ഉള്ളത്. ആ നാട് അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവത്തെ, അവർക്ക് നേരത്തെ നമ്മൾ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ പലർക്കും ക്യാമറയ്ക്ക് മുൻപിലേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു കാമുകിയെ വിളിച്ചു വരുത്തുന്നു വീട്ടിലേക്ക്. അങ്ങനെ ആ കാമുകിയും കൂടി കൂട്ടക്കൊലയിൽ ഇരയായിരിക്കുകയാണ്. എപ്പോൾ മൃതദേഹം എത്തിക്കും? 3 മണിയോടുകൂടി മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയുന്നത് നേരത്തെ. പിന്നീട് സംസ്കാര ചടങ്ങുകൾ, അതൊക്കെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? പ്രജീഷ്, അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഏതാണ്ട് 3 മണിയോടുകൂടി എത്തുമെന്നുള്ളതാണ് നേരത്തെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ വെഞ്ഞാറമൂട് പുത്തൂരുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ അധിക നേരമൊന്നും മൃതദേഹം വയ്ക്കില്ല. ഇവിടെ നിന്ന് നേരെ ചിറയൻകീഴിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. അവിടെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. ഈ ഫർസാനയുടെ അച്ഛൻ സുനിലിൻ്റെ വീട് അവിടെയാണ്, ചിറയൻകീഴിലാണ്. അവർ ഇങ്ങോട്ടേക്ക് വെഞ്ഞാറമൂട് വന്ന് ഈ കാണുന്ന വീട്ടിൽ താമസമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇവിടെ നിന്നായിരുന്നു പഠിക്കാനൊക്കെയായി അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലേക്കൊക്കെ പോയി വന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഫർസാനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ്. ഓരോ മുഖത്തും ആ ഒരു വിഷമം, ദുഃഖം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഫർസാനയുടെ സഹോദരൻ്റെ കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം തന്നെ കുഞ്ഞുങ്ങളാണ്. അവരെല്ലാം ആ ചേച്ചിയെ കാണുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അടുത്ത ബന്ധുക്കൾ ഈ പൂമുഖത്ത് ഇങ്ങനെ നിൽക്കുന്നു. സാധാരണഗതിയിൽ ഈ സ്ഥലത്തേക്ക്, ഫർസാനയുടെ ഈ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ ഈ പ്രതിയായിട്ടുള്ള അഫാൻ വരാറുണ്ടായിരുന്നു. ഇതിന് സമീപത്ത് അഫാന് നിരവധി കൂട്ടുകാരുണ്ട്. അവരെ കാണുന്നതിന് വേണ്ടിയും ഫർസാനയെ കാണുന്നതിന് വേണ്ടിയുമൊക്കെ വരാറുണ്ടായിരുന്നു. ഇന്നലെ ഈ വീട്ടിൽ നിന്നാണ് അവസാനമായി ആ പ്രതിയുടെ അടുത്തേക്ക്, ആ വല വിരിച്ചിരുന്ന പ്രതിയുടെ അടുത്തേക്ക് ഫർസാന പോയത്. മറ്റ് വീട്ടിൽ മറ്റെന്തോ കാര്യം പറഞ്ഞു, ട്യൂഷന് പോകുന്നു, താങ്ങാനാകുന്നില്ല. എല്ലാവർക്കും പ്രണയങ്ങൾ ഉള്ളവരായിരിക്കാം. പക്ഷേ ആ പ്രണയമൊക്കെ മരണഗന്ധമുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ഒരു മാനസികാവസ്ഥയിലാണ് അവരൊക്കെയും ഉള്ളത്.